ദിവസമായിട്ട് ഇതേ അവസ്ഥയാണ് തുടരുന്നത്. ചുറ്റുപാടും 4 സൈഡും വെള്ളമാണ്. വെള്ളം പക്ഷേ കുറയുന്നില്ല, അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുന്നത്. വളരെ ഒരു ഭയാനമായ അവസ്ഥയാണ്. കാരണം 4 സൈഡും, ആ സൈഡും ഈ സൈഡും 4 സൈഡിൽ നിന്നും വെള്ളമാണ്. അതുകൊണ്ട് ചുറ്റുപാടുള്ള കുറേ ആൾക്കാരെ ക്യാമ്പിലോട്ട് മാറ്റി. പക്ഷേ ഇവിടെ വെള്ളം ഈ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ക്യാമ്പിലോട്ട് മാറാതെയാണ്. പക്ഷേ സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടത്തേക്ക് മാറ്റി, ഉയരത്തിലേക്ക് മാറ്റി വെച്ചു, മുകളിലേക്ക് മാറ്റി. ഇപ്പം ഏത് സമയവും ഇപ്പോഴും വന്നു മണിമല തുറന്നിട്ടുണ്ടെന്നൊരു വാർത്ത കേട്ടു. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് എന്നാ അറിയാം, വെള്ളം വലിയ വെള്ളം കെട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും അതായത് ഇവരൊക്കെ വീടുകൾ ഈ 2018 പ്രളയത്തിലൊക്കെ വെള്ളം കയറിയിരുന്നു. 2018 പ്രളയത്തിൽ ഇത്രയും വെള്ളം ഇവിടെ കയറിയിട്ടില്ല. ഇപ്രാവശ്യമാണ് ഇതിലും കൂടുതലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. ഞങ്ങൾ ആക്ച്വലി കൊല്ലംകാരാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പം 1 വർഷമേ കഴിയുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ്. പ്രളയത്തിൽ ഞങ്ങൾ വീട്ടിലിരുന്ന് TV കണ്ട് നല്ലത്, ഇപ്പം ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷൻ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഈ വെള്ളം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടും ഇതാകുമല്ലോ എന്നൊരു പേടിയുണ്ട്. അധികൃതരൊക്കെ ആരെങ്കിലും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നോ? ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള സമയം വരികയാണെങ്കിൽ മാറി താമസിക്കണം? ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും. ഇന്നലെ രാത്രി ഫുള്ള് ഇവിടെ മറ്റേ ബോട്ട് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ, വയ്യാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി ഫുള്ളുണ്ടായിരുന്നു ഇവിടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ വളരെ വലിയൊരു സപ്പോർട്ടാണ് ഈ ഭാഗത്തേക്ക്. 24 hours അവർ അവരുടെ സേവനം ഈ ഭാഗത്തുണ്ടായിരുന്നു. അനീഷ, നമുക്കിതാ ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ആ ദൃശ്യങ്ങൾ വീട് ഏകദേശം പകുതിക്ക് മുകളിൽ മുങ്ങിയ അവസ്ഥയിലാണ് നിലവിൽ. ഇതാണ് ഇവർ നേരത്തെ ഈ വീട്ടിലെ ഉടമസ്ഥൻ പറഞ്ഞതുപോലെ, അതായത് 2 കരകളിലും 2 ഭാഗങ്ങളിലുമൊക്കെയായി വെള്ളം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഈ വീട് ഏകദേശം അവർ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. അതിൻ്റെ പകുതിയോളം ഭാഗങ്ങൾ ഇപ്പോൾ മുങ്ങിയ അവസ്ഥയിലാണ്. അവിടെ കാണാം, നമുക്ക് തുണിയൊക്കെ വിരിച്ചിട്ട് അതിനിടയിൽ ആളുകൾ പോയിരിക്കുകയാണ്. ഇവർക്ക് ഇത് 2018-ലെയും 19-ലെയും ഒക്കെ പ്രളയകാലത്ത് ഉണ്ടായതിനപ്പുറത്ത് ഉള്ള ഒരു അനുഭവമാണ് നിലവിൽ ഈ തിരുവല്ല മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ പമ്പയാറിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ടായാൽ, മണിമലയാറിൽ ഉൾപ്പെടെ വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ടായാൽ ഇവിടെ കുറച്ചുകൂടി ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികൃതർ അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത 2 ഉന്നതികളിലെ ആളുകളെയൊക്കെ നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്.